25% വോട്ട് പിടിക്കുക, അത്ഭുതം നടക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ 20% അടുപ്പിച്ച് അവർ വോട്ട് പിടിക്കും. ഉറപ്പാണ്. തീർച്ചയായും കേരളത്തിൽ പിന്നെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി കറക്റ്റായിട്ട് വന്നാൽ പിന്നെ അവർക്കല്ലാതെ ആർക്കും കൂടെ ഭരണം കിട്ടില്ല. വീണ ജോർജ് അബദ്ധത്തിനോ സുബദ്ധത്തിനോ പറഞ്ഞത് ഒരു കാര്യത്തിൽ കറക്റ്റാണ്. ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. ഇത് ആടി ഒലയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആടിയൊക്കെ ഒലയും. ആടി ഒലഞ്ഞ് തലകുത്തി മറിയാനൊക്കെ പോവും. എങ്കിലും ഈ കപ്പിത്താൻ എങ്ങനെയെങ്കിലും ഇതിനെ കപ്പലിനെ നേരെ ആയിക്കൊണ്ട് വരുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് വോട്ടെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ്. 3 മുന്നണികൾ വളരെ ശക്തമായ പോരാട്ടത്തിന് അരയും തലയും മുറുക്കി രംഗത്ത്. എല്ലാ അടവുകളും പരസ്പരം പയറ്റി പ്രചാരണ രംഗം കൊഴുപ്പിച്ചു. ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 3 മുന്നണികളുടെയും 3 നേതാക്കൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ 3 നേതാക്കൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പ്രഭാവമാണ് ചെലുത്താൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഒരല്പം മോശമായി കഴിഞ്ഞാൽ അവരെ എങ്ങനെ ബാധിക്കും, മെച്ചപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് കരുത്ത് പകരും. എന്തായാലും NDAക്ക് BJPക്ക് നേതൃത്വം നൽകുന്ന രാജീവ് ചന്ദ്രശേഖർ, ഇടതുപക്ഷത്തിൽ പകരക്കാരനില്ലാത്ത രാജാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി, UDFൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ്. ഈ 3 പേർക്കും എത്രത്തോളം നിർണായകമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് കേന്ദ്രത്തിൽ നിന്നും തുടങ്ങാം അല്ലേ? അതെ. BJPക്ക് നേതൃത്വം നൽകുന്ന NDAയുടെ നേതൃസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രകടനം എത്രത്തോളം മികച്ചതാകാനുള്ള സാധ്യതയുണ്ട്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് NDAയുടെ നിയമസഭാ പോരാട്ടത്തിന് എങ്ങനെ കരുത്ത് പകരും? ഏത് തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിയിരിക്കുന്നത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ കാര്യങ്ങളിൽ? ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, NDA ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വോട്ടും കൂടുതൽ വാങ്ങും, സീറ്റും കൂടുതൽ വാങ്ങും. സീറ്റും കൂടുതലാണ്. വോട്ടിംഗ് പെർസെൻറ്റേജും കൂടുതലായിരിക്കും, സീറ്റുകളുടെ എണ്ണവും കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ അവർ ഭരണം നേടുകയും ചെയ്യും. സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ താങ്കൾ പറഞ്ഞ പോലെ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യവുമാണ്. ഒരു വലിയ ശതമാനം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഒരു വിഭാഗം അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു. അത് ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവാം എന്ന് പറയാമെങ്കിലും ചിലപ്പോൾ ഈ മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു കുതികാൽ വെട്ടുപോലെ വന്നാൽ അത് ആ പാർട്ടിക്കും ആ നേതാവിനും അപകടം ഉണ്ടാക്കും. ആ മുന്നണിക്കും അപകടം. പ്രത്യേകിച്ച് BJP കേരളത്തിൽ ചൂടുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ആദ്യമൊക്കെ ഈ ഇടതും UDFും ചേർന്ന് അവർക്ക് തടയിടുന്നതാണ്. കാരണം അവർക്കറിയാം ഇവർ ഇവിടെ നിലയുറപ്പിച്ചാൽ, ശക്തമായി നിന്നാൽ ഇവർക്കായിരിക്കും ദോഷമുണ്ടാവുക എന്ന്. എന്തായാലും ആ ഒരു വെല്ലുവിളി അതിജീവിച്ച് അങ്ങനെ കരുത്തമായ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുന്നത്. ഒരു വിന്നിങ് ഫോർമുല സൃഷ്ടിക്കുവാൻ ഇതുവരെയുള്ള നേതാക്കൾക്ക് സാധിക്കാത്തത് കൊണ്ട്. അവരൊന്നും മികച്ച സംഭാവന നൽകിയില്ല എന്നല്ല, ഗ്രാജ്വലി അവരൊക്കെ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷേ ആ ഒരു വിജയം എന്നുള്ള തരത്തിലേക്ക് എത്താത്തത് കൊണ്ട്, വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. അപ്പോൾ ആ രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ അവിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ വീഴ്ത്താനും ശ്രമിച്ചാൽ, അങ്ങനെയുള്ള റൂമേഴ്സാണ് വരുന്നത്, അഭ്യൂഹങ്ങളാണ് വരുന്നത്. അങ്ങനെ ശ്രമിച്ചാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരം തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അവരും ഈ ഒഴുക്കിൽപ്പെട്ട് ഇല്ലാതായി പോകും. കാരണം ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒഴുക്കിനെതിരെയുള്ള വലിയൊരു നീന്തലാണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എതിരെ ഒരു മുന്നണി ഇവിടെ രൂപീകരിച്ച് ഒരു ശക്തമായി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് അദ്ദേഹത്തിനെ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്.
ബി ജെ പിക്ക് 2 ബാലികറ മലകളുണ്ടെങ്കിൽ അതൊന്ന് തമിഴ്നാടും ഒന്ന് കേരളവുമാണ്. മറ്റൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ബാക്കി എല്ലാം അവർ കീഴടക്കി കഴിഞ്ഞു. ഇനി ബംഗാളും അവർ കയ്യിലെടുക്കും. പിന്നെ കാശ്മീർ അങ്ങനത്തെ ഒരു പ്രദേശമാണെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു പകുതി സ്ഥലത്ത് ജമ്മുവിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ട്. പക്ഷെ മേൽക്കോയ്മ ഇല്ലാതെ നിൽക്കുന്ന 2 സ്ഥലങ്ങൾ, പ്രതിപക്ഷം പോലും ആണെന്ന് പറയാൻ പറ്റാതെ നിൽക്കുന്ന 2 സ്ഥലങ്ങളിൽ ഒന്ന് കേരളവും ഒന്ന് തമിഴ്നാടും മാത്രമാണ്. അതെ അതെ. അവിടെ ഒരു ഓപ്പറേഷൻ താമരയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അതിനുള്ള സ്ട്രാറ്റജികളാണ് അമിത്ഷാ അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അതെ, എന്ത് വേണോ ചെയ്തോ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. 25% വോട്ട് പിടിക്കുക, അത്ഭുതം നടക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ 25% അടുപ്പിച്ച് അവർ വോട്ട് പിടിക്കും, ഉറപ്പാണ്. തീർച്ചയായും. അതിന് വലിയ വലിയ വ്യത്യാസമൊന്നും വരില്ല, 25 തികച്ചല്ലെങ്കിൽ പോലും. കാരണം അവർ 15-ൽ നിന്നാണ് അത് പോകുന്നത്. നമ്മൾ പിന്നെ ലോക്സഭയിൽ കണ്ട 20-ൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഓരോ ഇലക്ഷനും ഓരോ രീതികളാണ്. നിയമസഭാ ഇലക്ഷന് മറ്റൊരു രീതിയാണ്, തദ്ദേശ ഭരണത്തിന് മറ്റൊരു രീതിയാണ്. അപ്പോൾ 15% നിന്ന് അവർ 15 ഇപ്പോൾ ഉള്ളത് 15%. ആ 15-ൽ നിന്ന് അവർ 20-നപ്പുറം കടന്നാൽ അതൊരു വലിയ മുന്നേറ്റമാണ്. അതെ, ആ മുന്നേറ്റത്തിന് ചുമ്മാ സാധിക്കില്ല. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതൊന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ആ ഡെമോഗ്രാഫിക് ഇക്വേഷൻ അദ്ദേഹം കറക്റ്റായിട്ട് മനസ്സിലാക്കി. അതെ അതെ അതെ, അതിലേക്കാണ് ഞാൻ വന്നത്. ഏറ്റവും ശക്തമായിട്ട് തൻ്റെ പാർട്ടിക്ക് നിൽക്കണമെങ്കിൽ ഹിന്ദു പാർട്ടിയായിട്ട് മാത്രം നിന്നാൽ പോരാ കേരളത്തിൽ. അത് ക്രിസ്ത്യാനികളുടെയും പാർട്ടി ആവണം, മുസ്ലിങ്ങൾക്ക് വലിയ എതിരില്ലാത്തൊരു പാർട്ടി കൂടെ ആവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതിൽ അദ്ദേഹം ഹിന്ദു പാർട്ടി എന്നതിനുപരി ക്രിസ്ത്യാനികളെ കൂടി ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 1900 സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിരിക്കുകയാണ്. കെൻ യു ബിലീവ് ഇറ്റ്? ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനികളിൽ മാത്രം, മുസ്ലിം സ്ഥാനാർത്ഥികളും ഉണ്ട്, പക്ഷേ ക്രിസ്ത്യാനികൾ മാത്രം 1900 സ്ഥാനാർത്ഥികളെ താമര ചിഹ്നത്തിൽ കേരളത്തിൽ മത്സരിപ്പിക്കുകയാണ് അദ്ദേഹം. അതെ, അതൊരു വലിയ ചേഞ്ചാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് 2 പ്രമുഖ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു. ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി. PC ജോർജ് ഉണ്ട് എങ്കിലും ഞാൻ അദ്ദേഹത്തെ തള്ളിക്കളയുകയല്ല. പക്ഷേ ഈ 2 പേർക്കും വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന നേതാക്കളാണ്. കൃത്യമായി ഇടപെടൽ നടത്തുന്ന അനൂപ് ആൻ്റണി, കാര്യങ്ങൾ പഠിച്ചവതരിപ്പിച്ച് എതിരാളികളെ മുട്ടുകുത്തിക്കുന്ന ഷോൺ ജോർജ്. ഈ 2 പേർക്കും ശക്തമായ ഒരു പ്രഭാവം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ BJP ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിൽ ചെലുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെയുള്ള പടക്കുതിരകളെ വളർത്തിക്കൊണ്ട് വരുന്നതിലും പാർട്ടിക്കകത്ത് ചിലർക്ക് വിദ്വേഷങ്ങളുണ്ട്. കാരണം ഇവരൊക്കെ വന്നാൽ എൻ്റെ സ്ഥാനങ്ങൾ കുറയുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ, എനിക്കുള്ള ആ സ്പേസ് പണ്ടത്തെ പോലെ ഇല്ലാതാകുമോ എന്നൊക്കെ വിശ്വസിക്കുന്ന ചിലരുണ്ട്. പക്ഷെ അവർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ സ്ട്രാറ്റജി കൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും നടക്കണമെന്നില്ല. കാരണം ഇതൊരു പെട്ടെന്നൊരു കൂട്ടിച്ചേർക്കലാണ് അദ്ദേഹം നടത്തുന്നത്. ഇന്ന് വരെ കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തിന് അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു വലിയ കൂട്ടിച്ചേർക്കലാണ്. അതിന് നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഘടകങ്ങളും അതിനെതിരായിട്ടൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയി താഴെത്തട്ടിലേക്ക് അത് ഏകദേശമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പൂർണ്ണമായിട്ടും പിന്നെ കാലമെടുക്കുന്ന കാര്യമാണ്. പൂർണ്ണമായിട്ടും വിരിഞ്ഞു വന്നില്ലെങ്കിലും അത് 26-ലും അതിനടുപ്പിച്ച കാലങ്ങളിലും ഏതാണ്ട് 2031-ൽ മുഖ്യ പ്രതിപക്ഷമാകുന്നതിന് വേണ്ടിയെങ്കിലും NDAക്ക് ഇത് ഉപകരിക്കും. ഈ നീക്കം ഉപകരിക്കും. ഓക്കെ, അത് വളരെ വലിയൊരു ആ സ്ട്രാറ്റജി അതാണ് ഞാൻ ഡെമോഗ്രാഫിക് സ്ട്രാറ്റജിയിലേക്കാണ് ഞാൻ നേരത്തെ വന്നത്. കാരണം ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്തുക, അതിന് നല്ലൊരു ശതമാനം ആൾക്കാരെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാക്കുക, ഒപ്പം തന്നെ സ്ഥാനങ്ങൾ കൊടുക്കുക. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തു, ജോർജ് കുര്യന് കൊടുത്തു. കാരണം കേരളത്തിൽ പിന്നെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി കറക്റ്റായിട്ട് വന്നാൽ പിന്നെ അവർക്കല്ലാതെ ആർക്കൂടെ ഭരണം കിട്ടില്ല. കാരണം ആ പിന്നെ നമ്പർ അങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഏതാണ്ടൊരു 1.5 കോടി വരുന്ന ഹിന്ദുക്കളുണ്ട്. അതിൽ മുഴുവൻ വോട്ട് വീണില്ലെങ്കിൽ പോലും ഒരു മെജോറിറ്റി BJPയോടൊപ്പം നിന്നാൽ, പ്ലസ് ഏതാണ്ട് 50 ലക്ഷത്തിന് മേൽ വരുന്ന ക്രിസ്ത്യാനിറ്റി കൂടെ നിന്ന് കഴിഞ്ഞാൽ 2 കോടി വോട്ട് ഒരു സെക്ടറിലേക്ക് മാറുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് 2 കോടി ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഭരണകക്ഷിയാകാൻ വലിയ സാധ്യതയാണ്. ആ സാധ്യത
ചില എതിർ കക്ഷികളുടെ ദൗർബല്യം കൊണ്ടും അവർ കാണിക്കുന്ന വെട്ടിത്തരങ്ങൾ കൊണ്ടും അവർ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതികൾ കൊണ്ടുമൊക്കെ കേരളം പൊറുതിമുട്ടിയിരിക്കുമ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടൊരു പുതിയ പ്രതിപക്ഷം, ഭാവിയിൽ ഒരു ഭരണപക്ഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വളരെ കറക്റ്റായിട്ട് നീക്കുപോക്കുകൾ നടത്തി. പക്ഷേ അതിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചിലരൊക്കെ അറിഞ്ഞും അറിയാതെയും എതിർപ്പുകൾ പറയുന്നത്. കേരളത്തിൽ പൊതുവേ ഉള്ളൊരു കാര്യം, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം മാറിയാൽ ഉടൻ വലിയ ബഹളം ഉണ്ടാകും. പണ്ട് ഈ ബസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകളുടെ സീറ്റ് പുറകിലായിരുന്നു. ഈ സ്ത്രീകൾ പിന്നെ ചാടി 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 കുടൽ വെളി വരുന്ന വിധത്തിലാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ അവർക്ക് സ്ത്രീയുടെ സീറ്റ് ഫ്രണ്ടിലാക്കിയാൽ പോകാൻ താല്പര്യമില്ല. അവർ ഞങ്ങൾക്ക് പുറകിൽ മതി, അതാണ് ഞങ്ങൾക്ക് സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മുൻപിലാക്കിയപ്പോൾ ഇപ്പോൾ മനസ്സിലായി, കുറേ ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. കെ എസ് ആർ ടി സിയിൽ സ്ത്രീകളെ പിന്നിലിരുന്നാൽ മതി, മുമ്പിലാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ മുമ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പം പുറകോട്ട് വരാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ സുഖം. ഇതാണ് നമ്മുടെ ചിലരുടെ ഒരു കുഴപ്പം. നമ്മളിതിൻ്റെ യഥാർത്ഥ റിസൾട്ട് അനുഭവിച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ ഇതിലേക്ക് മാറാൻ നമ്മുടെ ആളുകൾക്ക് തയ്യാറാകും. അത് നമ്മുടെ ഒരു ഷോർട്ട് സൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമ്മുടെ മലയാളിക്ക് പറ്റുന്ന ചില കുഴപ്പങ്ങളാണ് ഇതൊക്കെ, ഏത് കാര്യവും. അതെ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ ഒരു എന്താണ് ഇദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ എത്രത്തോളം വർക്ക് ചെയ്യും, ഡെവലപ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത് ചെയ്തിരിക്കുന്നത് ഉറപ്പാണ്. അതിന്റെ സ്കെയില് എത്രയാകും എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ആ സ്കെയില് ഗ്രാജുവൽ ആയിട്ട് വളരും. കേരളത്തിൽ ഒന്നും പെട്ടെന്ന് വളർന്നിട്ടില്ല. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57-ലും 67-ലും ഒരിക്കൽ വന്നെങ്കിലും പിന്നെ അത് നിഷ്പ്രഭമായി പോവുകയാണ് ചെയ്തത്. അല്ല, എനിക്ക് തോന്നുന്നു പിന്നെ അത് തിരിച്ചു വന്നത് 87-ലാണ്. 80-ൽ അധികാരത്തിൽ വന്നെങ്കിലും 87 മുതലാണ് പിന്നെ അത് വീണ്ടും പ്രഭാവത്തിൽ വന്നത്. കാരണം ട്രയൽ ആൻഡ് എററിൽ കൂടെ, കാരണം ഇവരെ വെട്ടാനായിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോഴേ വെട്ടാനായിട്ട് 1000 സാധനങ്ങൾ വന്നു. കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടാൻ, ഈ ഭരണം ഇങ്ങനെ നിർത്താൻ പാടില്ല. അപ്പോൾ അതിന് പല വിഭാഗങ്ങൾ ചേർന്നു. അതാണ് വിമോചന സമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പേടിക്കുന്ന ഒരു സാധനമാണ്. അവരെ വെട്ടാനായിട്ട് നിരന്തരം സാധനങ്ങൾ വന്നുകൊണ്ട് EMS എന്നൊരു വലിയ യോദ്ധാവോട് നിന്നിട്ട് പോലും അവർക്ക് കീഴടക്കാൻ, അത് മുഴുവൻ അതിജീവിച്ച് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. 87 വരെ അതായിരുന്നു സാഹചര്യം. പിന്നെ അവിടുന്ന് CPI ഒക്കെ കിട്ടി, പിന്നെ സാഹചര്യം മാറി, കേന്ദ്രത്തിലും ഭരണം ഒക്കെ മാറ്റമൊക്കെ വന്നു, പിന്നെ കോൺഗ്രസിൻ്റെ പ്രഭാവം നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ കൊണ്ടാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കയറി വരാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ BJPക്കും ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. ബാലാരിഷ്ടതയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് BJP. അത് മാറി വരും. മാറി വരുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തെ നിലനിർത്തിയാൽ അവർക്ക് കൊള്ളാം. യെസ്, എന്തായാലും അദ്ദേഹത്തിൻ്റെ കുറേയേറെ സ്ട്രാറ്റജീസ് എനിക്കിഷ്ടപ്പെട്ടു. അതായത് വികസനം പറയുക, എതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കാതിരിക്കുക, വർഗീയത പറയാതിരിക്കുക. അതെ, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായും വർഗീയതയിൽ ഒരു കേരളത്തിൽ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല. അതെ, കേരളത്തിന്റെ ഡെമോഗ്രഫി അങ്ങനെയാണ്. കേരളത്തിന്റെ ഇൻക്ലൂസീവായിട്ട് പോയാലേ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രേരണകളും അങ്ങനെയാണ്. എല്ലാവരുടെയും മനസ്സിൽ വർഗീയതയൊക്കെ ഏൽക്കും, പക്ഷെ എന്നാൽ പോലും അതിൽ പിന്നെ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു എലിമെന്റ് പലരിലും ഉണ്ട്. തീരെ തീവ്രവാദികളായിട്ടുള്ള ഒരു 10-15% ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഒരു സഹിക്കാനുള്ള മനസ്സ്, സഹവർത്തത്തിനുള്ള മനസ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇടതുപക്ഷത്തേക്ക് പോകാം. ഇടതുപക്ഷത്തിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് ഏറ്റവും കരുത്തൻ. അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ തന്നെ വളരെ ഇഫക്റ്റീവായി അവർ നടപ്പിലാക്കി വിജയം നേടി മുന്നോട്ട് പോകുന്നു, റിസൾട്ട് ഉണ്ടാക്കുന്ന നേതാവാണ് അല്ലേ? തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം കുറച്ച് പരിചയങ്ങളുണ്ടെങ്കിലും എനിക്ക് 2.5 വർഷം ഈ പിണറായി വിജയൻ്റെ പുറകെ നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ വ്യക്തമായിട്ടറിയാം. കേരളത്തിൻ്റെ മനസ്സിലാക്കിയ, അതിന് എന്ത് തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയക്കാരൻ കെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുമ്പിലായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പിണറായി വിജയൻ അത് മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരുടെയും സ്ട്രാറ്റജി. കരുണാകരൻ അങ്ങനെയാണ്, പെട്ടെന്നാണ് ഒരു സിറ്റുവേഷൻ വന്നു, അതിനെ തകിടം മറിക്കുന്ന വിധത്തിൽ വേറൊരു സാധനമായിട്ട് മുന്നോട്ട് വരാൻ കെ കരുണാകരനൊരു കഴിവുണ്ടായിരുന്നു. അതുപോലെയാണ് പിണറായി വിജയൻ. അതായത് ഞാൻ ചോദിച്ചോട്ടെ, പിണറായി വിജയൻ ചിരിക്കാതെയും കെ കരുണാകരൻ ചിരിച്ചുകൊണ്ടും കാര്യങ്ങൾ പറയുന്നു. അതെ, അപൂർവമായിട്ട് ചിരിക്കുന്നത് ഈ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ പബ്ലിക് റിലേഷനിൽ പറയുമ്പോഴാണ് അദ്ദേഹം ഒരു ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ചിരിക്കില്ല. ചിരിച്ചാൽ വൾഗറായി പോവുകയും ചെയ്യും പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ ചിരിയേക്കാൾ നല്ലത് അദ്ദേഹം ഗൗരവമായിട്ട് തന്നെ നിൽക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എന്തായാലും ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിലെ പോലെ എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. 2031 വരെ
ചെങ്കൊടിക്ക് വലിയ നല്ല കാലമാണെന്ന് വേണം പറയാം. ഓക്കെ. രാഹുകാലത്ത് പോലും നല്ല കാലമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഈ മൂന്ന് മുന്നണി വന്നതോടുകൂടി അവരുടെ ശുക്രദശ ഉദിച്ചു. അത് പിന്നെ പിണറായി വിജയന് ദൈവം കൊടുത്തൊരു ഭാഗ്യവും കൂടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ജ്യോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ശുക്രദശ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അതെ. ബാക്കിയുള്ളതിലൊക്കെ ചില കഷ്ടകാലങ്ങളുണ്ടെങ്കിലും ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് രാജയോഗം എവിടെയോ കിടപ്പുണ്ട്. അതെ. സാധാരണക്കാർ ചോദിക്കുകയാണ്, ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ ഇടതുപക്ഷത്തെ ഇറക്കി വിട്ടാൽ പിന്നെ ആര് ഭരിക്കും? ഈ തമ്മിലടിച്ച് നിൽക്കുന്നവരെയാണോ പിടിച്ച് ഭരണത്തിൽ ഏൽപ്പിക്കേണ്ടത് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കോൺഗ്രസിനെതിരെയല്ല അല്ലെങ്കിൽ UDF-നെതിരെയല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഒരു നാട്ടിലെ ഒരു സംസാരം പറഞ്ഞു എന്ന് മാത്രം. അല്ല, അത് പിന്നെ വീണ ജോർജ് അബദ്ധത്തിനോ സുബദ്ധത്തിനോ പറഞ്ഞത് ഒരു കാര്യത്തിൽ കറക്റ്റാണ്. ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. ഇത് ആടി ഒലയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആടിയൊക്കെ ഒലയും. ആടി ഒലഞ്ഞ് തലകുത്തി മറിയാനൊക്കെ പോവും. എങ്കിലും ഈ കപ്പിത്താൻ എങ്ങനെയെങ്കിലും ഇതിനെ കപ്പലിനെ നേരെ ആയിക്കൊണ്ട് വരുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ്. അത് ഈ പിണറായി വിജയൻ്റെ അത്ഭുത സിദ്ധിയാണ് എന്നുള്ളതാണ്. എത്ര വിവാദങ്ങൾ, എത്ര ആരോപണങ്ങളാണ് വന്നത്. തീർച്ചയായിട്ടും സ്വന്തം കുടുംബത്തിനെതിരെ പോലും ആരോപണം ഉയർന്നു വന്നു. അതിനുശേഷം ആരോഗ്യരംഗത്തിന് എതിരെ ശക്തമായ ആരോപണം വന്നു. ചില സംഭവങ്ങളുണ്ടായി. അദ്ദേഹം ഭീഷ്മാചാര്യരാണ്. ശരശയ്യെ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. പക്ഷെ അവിടെ കിടന്നു എഴുതി കളയും. അത്രയ്ക്ക് ഭയങ്കര. അതിനുശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വന്നിരിക്കുന്നു. ഈ ഓരോ വിവാദവും കത്തിപ്പടർന്ന് ഇങ്ങനെ എന്താണ് ഇടതുപക്ഷം ഇങ്ങനെ ഡൗണായി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് മറുവശത്തിനെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായി അദ്ദേഹത്തിൻ്റെ കിട്ടും. അതാണ് അടവ് തന്ത്രത്തിൻ്റെ ഒരു ആശാനായത്. അടവ് തന്ത്രം കേരളത്തിൽ ആരും ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് പറ്റിയിട്ടില്ല. അതായത് നമ്മുടെ മുഖത്തേക്ക് ചൂണ്ടുകയും അടിവയറ്റ് കയറ്റുകയും ചെയ്യും. ചിലപ്പോൾ അടിവയറ്റിലേക്ക് ചൂണ്ടും, മുഖത്തേക്കായിരിക്കും കയറ്റുന്നത്. അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കാലുവാരലിനൊരു സാധ്യത വളരെ കൂടുതലുള്ളൊരു പ്രദേശമായിട്ടാണ് എനിക്ക് പലപ്പോഴും കേരളത്തിന് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പല സംസ്ഥാനങ്ങൾ ഒരുപാട് എക്സ്റ്റൻസീവായി യാത്ര ചെയ്യുകയും ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ളവരും ഒരുപാട് രാജ്യങ്ങളുള്ളവരും ആയി ബന്ധപ്പെടാൻ അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ മലയാളിക്ക് അത്തരത്തിലൊരു ഇൻസ്റ്റിക്റ്റ് എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ട്. അല്ലെ, കേരളത്തിന് പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതായതുകൊണ്ടാവാം നമ്മൾ ഈ ആൾക്കാർക്ക് ഈ പിന്നിൽ നിന്ന് കുതികാൽ വെട്ടുന്ന ഒരു ശൈലി, മഴുകൊണ്ട് വെട്ടുന്ന ഒരു ശൈലി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എവിടെ ചെന്നാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ആ ഗ്രൂപ്പിന് 2 ഗ്രൂപ്പായിട്ട് തിരിയുക. പരശുരാമൻ മഴ പറഞ്ഞ നേരെ എന്നാണ് പറയുന്നത്. നേരെയാണ് എറിഞ്ഞത്. പക്ഷേ പരശുരാമനേക്കാൾ വിദഗ്ധമായിട്ട് ഇപ്പം മഴു നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുതികാൽ വെട്ട് ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കി, നിങ്ങളൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കി നോക്ക്, അവിടെ വരും 2 ഗ്രൂപ്പ്. ഞാൻ ഈ 20,000 റെസിഡൻസ് അസോസിയേഷനുകളുടെ 5 വർഷത്തെ 15 വർഷത്തെ അധികം കാലം പ്രസിഡൻ്റായിരുന്ന ആളാണ്, പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആൾ. എനിക്കറിയാം, ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ഇപ്പോൾ ഒരു സെക്രട്ടറിക്ക് നേരെ ഇരിക്കാൻ സമ്മതിക്കില്ല. അവിടെ വെട്ടിന് ഒരാൾ വരും. നമ്മൾ എങ്ങനെയെങ്കിലും അവരെ യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ വേറൊരുത്തം വന്ന് അതിനെ വീണ്ടും വെട്ടും. ഇങ്ങനെ പോകുന്ന ഒരു അത്ഭുത പ്രദേശമാണ് കേരളം. ഈ കേരളത്തിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി സംവിധാനത്തെ വെട്ടി നിരത്തി ഒതുക്കി പല വിധത്തിൽ പല ശൈലിയിൽ ഉള്ളതിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ, ചിലതിനെ വട്ടി മാറ്റി നിർത്താൻ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ ജനാധിപത്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയും വേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം കൃത്യമായി, ഞാൻ നേരത്തെ പറഞ്ഞു, ആ വിവാദങ്ങളെ വെട്ടിമാറ്റാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് തടയിടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റത്തെ വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സിസ്റ്റം ഇതുപോലെ ഉപയോഗിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 200 ഇപ്പം ഞാൻ കളക്ടേഴ്സ് കോൺഫറൻസ്, ഞാൻ ഒരു ഉദാഹരണം, കളക്ടേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കളക്ടറോട് അദ്ദേഹം ചോദിക്കുകയാണ്, ആ റവന്യൂവിലെ ഞാൻ അന്ന് തന്ന ആ പ്രപ്പോസൽ എന്ത് ചെയ്തു? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് സാറ് ഞാനിത് സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവിടെ നിർത്തിക്കൊണ്ട് പൊരിക്കുകയാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ അയക്കാനാണോ ഇവിടെ വിട്ടത്? നിങ്ങളിവിടെ രാവിലെ ഇവിടെ വന്നില്ലേ? റവന്യൂ സെക്രട്ടറിയെ നിങ്ങളിവിടെ കണ്ടില്ലേ? കണ്ടു സാർ. നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചോ ഞാൻ അയച്ച പ്രപ്പോസൽ എന്തായി എന്നുള്ളത്? നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് പിന്മാറുക, അല്ലാതെ അത് വെച്ചുകൊണ്ട് കളിക്കാൻ നോക്കരുത്. ജനങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞത് ആ കളക്ടറെ അവിടെ നിർത്തി പൊരിച്ചു. അതിന് ശേഷം പിന്നെ വന്ന കളക്ടർമാരെല്ലാം നീറ്റായി. പിന്നെ ഞാൻ കണ്ടു പല കളക്ടർമാരും ചിലത് ചെയ്തിട്ടില്ല. എങ്കിലും സാർ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിപ്പോൾ ഉടനെ ചെയ്ത് പൂർത്തിയാക്കും. അത് സാറ് ഒരാഴ്ചയ്ക്കോ? എന്നിട്ട് പിന്നെ ഓടുകയാണ് വണ്ടി. ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ സ്റ്റേറ്റ് കാർ എടുത്തുകൊണ്ട് ഓടുകയാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്കും കോട്ടയം കളക്ടറേറ്റിലൊക്കെ. എന്താ അറിയാമോ, ഈ പറഞ്ഞ പ്രോമിസ് ഒന്നും ചെയ്ത് കാണില്ല. ഒരാഴ്ചക്കകം ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കില്ല, എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാനായിട്ട് വ്യഗ്രത കാണിക്കുകയാണ്.
ഈ ഒരു മിഷനറി ചലിപ്പിക്കുന്ന രീതി. അതുപോലെ IPS ഓഫീസർമാർ യൂണിഫോം ഇട്ട ഒരു 200ഓളം പേര് 200-250 പേരിരിക്കുകയാണ്. DGP ഇരിക്കുന്നു, അവിടെ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് ഇദ്ദേഹം മാത്രം. അവരെ മുഴുവൻ പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക മിടുക്കാണല്ലോ ഈ പൊളിറ്റീഷ്യൻ്റെ അജ്ഞതയെ അല്ലെങ്കിൽ അതിനെ മറയാക്കിക്കൊണ്ട് എന്തെങ്കിലും സാധിക്കാൻ സമ്മതിക്കുകയില്ല. അതിനുടൻ അവിടെ ഇട്ടിരിക്കും. ഒരിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ കണ്ടു. ഒരു പള്ളിയിലച്ഛൻ എണീറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കത്തിക്കയറുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം നിർത്തൂ, ഇതിൻ്റെ അജണ്ട എന്താണ്? സിലബസാണ്. നിങ്ങൾ സിലബസിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളാണോ സംസാരിക്കുന്നത്? ഇപ്പോൾ സിലബസിനെ കുറിച്ച് മാത്രമേ ഈ മീറ്റിംഗ് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മത വിഷയങ്ങൾ സംസാരിക്കേണ്ടതിന് വേറൊരു മീറ്റിംഗ് വെക്കാം. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് വേറൊരു മീറ്റിംഗ് വെക്കും. ഈ മീറ്റിങ്ങിൽ സംസാരിച്ച് പോരുതെന്ന് പറഞ്ഞു. ഒരു പള്ളിയിലച്ഛനോടാണ് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം ലോയെ പിടിച്ചിരുത്താൻ നോക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹവും പേടിച്ചിരുന്നു പോയി. ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ എങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം? മീറ്റിങ്ങുകളാണ് ഒരു സർക്കാർ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭംഗിയായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. പാർട്ടിയിലെ മീറ്റിംഗ്, ഓഫീസിലെ മീറ്റിംഗ്, ഇതെല്ലാം പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നത്, ഈ എണ്ണിപ്പെറുക്കി വാക്കുകൾ പറയുന്നത് പലതും വളരെ എഫക്റ്റീവായിട്ട് എത്തുന്ന വിധത്തിലാണ്. ഇപ്പോൾ അത്രയും പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഇതിന് മുൻപ് കാലങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കൊണ്ടുപോയിട്ടുള്ളത്. ആ ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ കുറച്ചുകൂടെ ഈ ഒരു ശക്തി ചൈതന്യത്തെ ജനോപകാരപ്രദമായ വിഷയങ്ങളിലേക്ക് കൂടെ ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറിയില്ല. ഇപ്പോൾ അദ്ദേഹം അത്ര ജനകീയ മുഖ്യമന്ത്രിയല്ല. ജനങ്ങളിൽ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിനോട് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി കൂടെ ഇല്ലാതാക്കാൻ ഈ കൂടെ നിൽക്കുന്നവർക്ക് കഴിയുമായിരുന്നു, ഉപദേശകർക്ക്. ആ ഉപദേശക വൃന്ദം അങ്ങനെ ഉപയോഗിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിനോട് തുറന്നു പറയാൻ പലർക്കും ഭയമാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവം, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞാൽ അദ്ദേഹം അത് കേട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വരുന്ന 2031 വരെ 2 വർഷത്തിന് വലിയ പേടിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. മൂഴം ഈ രീതിയിലാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് UDF-ലേക്ക് പോകാം, കോൺഗ്രസിലേക്ക് പോകാം. വി ഡി സതീശൻ എന്ന നേതാവിന് എത്രത്തോളം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനാണെന്ന് തോന്നുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം ഒരു കതറിട്ട ഹിറ്റ്ലർ തന്നെയാണ്. പാർട്ടിയെ അങ്ങനെ കൊണ്ടുപോകാൻ ഏതാണ്ട് കരുണാകരന് ശേഷം ആ രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ വി ഡി സതീശനാണ്. അതിൻ്റെ ഒരു പച്ചയാണ് അദ്ദേഹം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ നേടിയിട്ടുള്ള നേട്ടങ്ങൾ. ഒന്നൊഴിയാതെ എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പുകളും അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. നമ്മുടെ ആലത്തൂർ ഒഴിച്ച്, പിന്നെ ചേലക്കര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും. ചേലക്കര പിന്നെ 90,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് അത്ഭുതമൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും വോട്ടിന് വളരെ കുറച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു. 10-15,000 വോട്ടിനാണ് രണ്ടാമത് ജയിച്ചത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ലീഡർ തന്നെയാണ് വി ഡി സതീശൻ. പക്ഷേ വി ഡി സതീശന് നിലനിൽക്കാൻ നിലവെള്ളം ചവിട്ടാൻ സമ്മതിക്കുന്നില്ല. അതവിടെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന കുറച്ച് നേതാക്കളുണ്ട്. അതെ. അപ്പോൾ അവിടെ ഈ ആരാണ് മുന്നിൽ, ആർക്കാണ് സ്ഥാനം എന്നുള്ളത് അവിടെ ഒരു വിഷയമാകുന്നു. തീർച്ചയായിട്ടും അത് മറ്റ് പാർട്ടികളിലൊന്നും ഇത്രയും വലിയ പ്രശ്നം വരില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും ആരെയും വെട്ടാമെന്നുള്ള ഒരു നിലയുണ്ട്. അതിനകത്ത് യാതൊരു താത്വിക ചിന്തകളോ അല്ലെങ്കിൽ ഹൈറാർക്കി പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഹൈക്കമാൻഡ് ഇപ്പോൾ വളരെ ലോ കമാൻഡുമായി. അല്ലെങ്കിൽ ഒരുപക്ഷെ കരുണാകരൻ ഉണ്ടായിരുന്ന ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ഒരുത്തം വലിയ കുഴപ്പമാണെന്ന് അവിടെ പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി പിറ്റേ ദിവസം അവൻ്റെ പണി കഴിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവനെ പാർട്ടിയിൽ ഇല്ലാത്ത വിധത്തിൽ ആക്കിയിരിക്കും. ആ ഒരു സപ്പോർട്ട്, കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ട്, ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും കരുണാകരനുണ്ടായിരുന്നു, AK ആൻ്റണിക്കുണ്ടായിരുന്നു, ഒരു പരിധി വരെ ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്നു. പക്ഷേ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ബാക്കിംഗ് ഇല്ലാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം. ബാക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പാർട്ടിയെ നിലയ്ക്ക് നിർത്തി 2026 ഇലക്ഷന് വേറൊരു ചിത്രം അദ്ദേഹം വരച്ചേനെ. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാക്കിയ മേന്മ, അതിനുശേഷം വന്ന പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ മേന്മ അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിൻ്റായിട്ട് നിൽക്കുകയും
ഭരണത്തിലേക്ക് വരാൻ കഴിയുന്ന ചില ഫാക്ടറുകൾ ഉണ്ടാകുകയും ചെയ്തേനെ. പിന്നെ ഒരു ഗതികേട് വന്നത് എന്തെന്ന് വെച്ചാൽ ഈ BJP വന്നതോടുകൂടി വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ കോൺഗ്രസ് പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു 47-48% അല്ലെങ്കിൽ 45-ന് മുകളിൽ ശതമാനം പിടിച്ചാൽ ജയിക്കാൻ പറ്റുള്ളായിരുന്നു, അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. BJP ഒരു 20% കൊണ്ടുപോവുകയും കോൺഗ്രസ് ഒരു 37% ആകുമ്പോൾ തന്നെ 57% അപ്പുറത്ത് പോയി കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളത് പിടിച്ചാൽ മതി. ഇവർക്ക് 43-ഓ 42-ഓ ഒക്കെ പിടിച്ചാൽ തന്നെ അതെ വരാം. തമ്പിങ് മെജോറിറ്റിയാണ്. 90-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് CPM-ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടി വരെ ഏതാണ്ട് അത് ഇല്ലായിരുന്നു. കാരണം 6-7 അല്ലെങ്കിൽ 10% കൂടുതൽ BJP പിടിക്കാറില്ല. അപ്പോൾ അത് പലരിൽ നിന്നൊക്കെ ആയിട്ട് അങ്ങ് പോവുകയും അങ്ങ് നള്ളിഫൈ ചെയ്ത് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് 2011-ന് ശേഷം ഈ പാർട്ടിക്ക് ഗതി പിടിക്കാൻ, അല്ലെങ്കിൽ 2016 മുതൽ ഈ പാർട്ടിക്ക് ഗതി പിടിക്കാൻ കഴിയാതെ പോയത്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, BJP ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ അവരിലേക്ക് ഒഴുക്കാൻ സാധിച്ചാൽ അവർക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും. കുറച്ചൊക്കെ അങ്ങനെ മാറി വരുന്നു. അത് UDF-നെയാണ് ബാധിക്കുന്നത്. 2, LDF-ൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നീക്കുപോക്ക് നടക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇഴവ് വോട്ടുകളിൽ ചോർച്ച വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ തന്നെ SNDP യോഗത്തെ ഒപ്പം നിർത്താൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. NSS നേതാവും അവർക്കൊപ്പം നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു കോമ്പൻസേറ്ററി ആക്ഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, LDF-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ തന്ത്രശാലിയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കാണ്. അതെ, മാജിക്കാണ്. അപ്പോൾ ഈ സമുദായ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ LDF-ന് സാധിക്കുന്നു. അതുപോലെ തന്നെ BJP ഹിന്ദു വോട്ട് എന്നുള്ളതിൽ നിന്ന് മാറി ക്രിസ്ത്യൻ വോട്ട്, അതുപോലെ തന്നെ ഹിന്ദുവിലെ തന്നെ നായർ, ഈഴവ, പിന്നോക്ക വോട്ടുകൾ ഒപ്പം നിർത്താനായിട്ട് അവർക്ക് കുറെ സാധിക്കുന്നു. പിന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തങ്ങൾ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത്ര മുസ്ലിങ്ങളെ തങ്ങൾ എതിരാളികളായി കാണുന്നില്ല എന്നുള്ള, ശത്രുക്കളായി കാണുന്നില്ല എന്നുള്ളൊരു ഇത് കൂടി സ്പ്രെഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊരു ആ രീതിയിൽ. അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് UDF-നെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കോൺഗ്രസിനെയാണ്. കാരണം കോൺഗ്രസ് വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ പ്ലസ് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നായർ വോട്ടുകൾ, കുറച്ച് ഇഴ വോട്ടുകൾ, കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ. ഇതാണ് മധ്യ തിരുവിതാംകൂറിലും ഇങ്ങ് പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഗുണം ചെയ്തിരുന്നത്. ഒപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു മേമ്പൊടിക്ക്, മുസ്ലിം ലീഗ് മലപ്പുറത്താണ് വലിയ ശക്തി, മറ്റുള്ളിടത്തൊക്കെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ആ മേമ്പൊടി മതി പിന്നെ ഭൂരിപക്ഷം കിട്ടാനായിട്ട്. അതെ, വോട്ട് പല മണ്ഡലങ്ങളിലും ഉണ്ടെങ്കിൽ അത് മതി. അത് വെച്ചിട്ട് ഇവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. മറ്റ് ഇക്വേഷനുകൾ കറക്റ്റായിരുന്നു. ഇപ്പോൾ അത് പോയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈഴവരെ ഒപ്പം നിർത്താൻ കഴിയുന്നില്ല. പിന്നെ ക്രിസ്ത്യാനികളിലും പിന്നെ ആ വിശ്വാസം, ഇപ്പം ക്രിസ്ത്യാനികൾ ഏറെയും വിശ്വസിക്കുന്നത് കോൺഗ്രസ്സിലാണെങ്കിൽ പോലും ആ വിശ്വാസത്തേക്കും കോട്ടം വന്നിരിക്കുന്നു. എപ്പോഴും ഒരു നല്ല ലീഡർ അവിടെ നിന്ന് വരണം. ആ ലീഡറില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഒരു പ്രശ്നമുണ്ട്. ഒരു നല്ല ക്രിസ്ത്യൻ ലീഡർ കോൺഗ്രസ്സിനില്ല. ഇപ്പോൾ ഹൈബീഡനൊന്നും ആ ഒരു ഇതൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. സണ്ണി ജോസഫിന് ഒട്ടും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ. ബെന്നി ബെഹനാൻ പല വിധത്തിൽ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന അദ്ദേഹത്തിന് പലവിധ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അത് അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പല സഭകളുടെ അതാണ് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനുള്ളൊരു ഗുണം. ഏത് സഭയിലും അദ്ദേഹത്തിന് പിന്നെ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. ഒരു ഹമ്പിൾ അപ്രോച്ച് കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവരെയും മലത്തിയടിക്കുമായിരുന്നു. അത് ഏത് സഭയിൽ ചെന്നാലും അദ്ദേഹത്തിന്, ഞാൻ പല മീറ്റിങ്ങുകളും കണ്ടിട്ടുണ്ട്, ഏറ്റവും പുറകിൽ പോയിരിക്കുമ്പോൾ പോലും പള്ളിയിലച്ഛനും ഒക്കെ വന്ന് അദ്ദേഹത്തിനെ വിളിച്ച് മുമ്പിൽ കൊണ്ടുപോയിരുന്ന, തിരുവനന്തപുരത്തൊക്കെ ഒരു യോഗത്തിനൊക്കെ വന്നാൽ അദ്ദേഹം ഏറ്റവും പുറകിലാണ് ഇരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ ഈ പുറകിൽ പോയിരിക്കുന്നല്ലോ. അപ്പോഴേ അദ്ദേഹം അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ശടിക്കുകയും, പക്ഷേ ആളുകൾ ഇത് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിനെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തുകയൊക്കെ ചെയ്യുന്ന ആ ഒരു മാജിക് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് സർവ്വസമ്മതി എന്ന് പറഞ്ഞതുണ്ടായിരുന്നു. അത് ഹിന്ദുവിലായാലും ക്രിസ്ത്യാനിയിലായാലും എല്ലായിടത്തും, മുസ്ലിമിലായാലും ഒക്കെ ആ ഒരു സമ്മതി, അത് നിരന്തരമായ കർമ്മയോഗമാണ്. ഇപ്പം നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. കർമ്മയോഗികൾക്ക് ഒരു എക്സ്ട്രാ ചാമുണ്ട്. നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇദ്ദേഹം ഒരു വലിയ ആളാണല്ലോ നമുക്കറിയാതെ തോന്നിപ്പോവും. കാരണം സേവനം കൊണ്ട് ഇങ്ങനെ ചെയ്ത് വരുന്ന ഒരു പ്രഭയാണത്. ആ പ്രഭയിൽ നമ്മളങ്ങ് വീണു പോകും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മുമ്പിൽ പോയി ഒരാൾ പെട്ട് കഴിഞ്ഞാൽ ആ കർമ്മം കൊണ്ട് അദ്ദേഹം നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലങ്ങ് പതിപ്പിച്ച് കളയും.
അത് ശരിയാണ്. ഒരേ സമയം 2-3 ഓർഡർ ഇടുന്ന ഞാൻ വളരെ അപൂർവം വരെ കണ്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കും, ഡിസ്ട്രിക്ട് കളക്ടർ പ്ലീസ് ഡു ദ നീഡ്ഫുൾ എന്ന് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പി എസ് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ കളക്ടർ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിനോട് പറയുന്നത് കേൾക്കാം, ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും ഇദ്ദേഹത്തിന് പിന്നെ SIയുടെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് DGP ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ഒപ്പിട്ട് ഇത് ഇയാൾക്കും കൊടുക്കും, മറ്റേത് ഒരേ സമയം 2 ഓർഡർ ഇടുക. ഇത് അസാധ്യമാണ്. വേണമെങ്കിൽ ഒന്ന് ട്രൈ നോക്ക്, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്ന് പറയാൻ പറ്റുമോ നോക്ക്, പറ്റില്ല. ഒരാളോട് ഒരു വിശദമായൊരു കമ്മ്യൂണിക്കേഷൻ, മനസ്സിലായില്ലേ? ഈ ഓർഡർ ഇങ്ങനെ ഇടുമ്പോൾ വേറൊരു ഓർഡർ അവിടെ കൊടുക്കുകയാണ്, ഒരേ സമയം 2 ഓർഡർ ഇടുക. ഇങ്ങനെയൊക്കെയുള്ള ചില അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് മാത്രം സാധിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാക്വം ഇന്ന് കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാക്വം ഫില്ല് ചെയ്യാനായിട്ട് VD സതീശന് ഒരു പരിധിവരെ കഴിഞ്ഞതിന് കേന്ദ്രത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, പ്ലസ് അദ്ദേഹത്തിന് ഈ പിന്നെ ക്രിസ്ത്യൻ പിന്നെ ഈഴവ ലോബിയുമായിട്ടും കൂടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുമായിട്ടൊരു മാനസിക ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സുകുമാരൻ നായരുമായിട്ടൊരു അല്പം കൂടെ മയത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അത് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില പ്രയോഗങ്ങൾ അവരെയൊക്കെ ഒരുപാട് പ്രകോപിച്ചു കളഞ്ഞു. കേരളം പോലൊരു സംസ്ഥാനത്ത് അത് പാടില്ല. ഇവിടെ സമുദായമാണ് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ മികച്ചു നിൽക്കുന്നത്. വോട്ട് പിടിക്കുമെന്നുള്ളതല്ല, ഇവരുണ്ടാക്കുന്ന ഒരു ഓളമുണ്ടല്ലോ, ആ ഓളമാണ്. ചിലപ്പോൾ വോട്ടായി മാറണമെന്നില്ല, പക്ഷെ എങ്കിൽ പോലും അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം, പിന്നെ സുകുമാരൻ നായരുടെ ഒരു സൂചന, അതുപോലെ ചില ബിഷപ്പുമാരുടെ ചില കുത്തുകൾ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഭയങ്കര ഘടകമാണ്. പാംപ്ലാനി പറയുന്ന ചില വാചകങ്ങൾ, ഇതൊക്കെ വലിയ പ്രധാനമാണ്. ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ വാചകം, MR വിധേയത്തിൽ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഒരു പൂത്തിരി പോലെ ആ വിഷയത്തിന് കത്തിക്കാൻ സാധിക്കും. അത് പാർട്ടികൾക്ക് ചിലപ്പോൾ വലിയ ഗുണം ചെയ്യും, എതിർത്താൽ ചിലപ്പോൾ വലിയ ദോഷവും ചെയ്യും. അവിടെ ചെന്ന് ഇവരെയൊക്കെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചാൽ വലിയ പ്രശ്നം വരും. അത് രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൻ്റെ ഒരു പ്രത്യേകത അതായിരിക്കണം. ഉമ്മൻചാണ്ടി ലൈൻ എന്ന് പറയുന്നതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് വലിയ ഒരു മസിൽ പവർ, മണി പവർ എടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. പിന്നെ വിധേയത്വമാണ് കോൺഗ്രസ്സുകാരന് കൂടുതൽ യോജിക്കുക. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സ്, ചിലപ്പോൾ മണി പവറും മസിൽ പവറും ഇവരറിയാതെ വന്ന് അവരുടെ പിന്നിൽ ചേരും. അതായിരുന്നു ഉമ്മൻചാണ്ടി. ഓക്കെ. ഈ ശശി തരൂരിനെ ഇദ്ദേഹം കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നായർ വോട്ടുകളും കുറച്ച് ഇഴ വോട്ടുകളും ഒക്കെ ശശി തരൂരിനെ കൂടെ നിർത്തി കൊണ്ടുപോയി മുഖ്യമന്ത്രി ആരെന്നുള്ളത് അവസാനം തീരുമാനിച്ചാൽ മതിയായിരുന്നു. അല്ല, ശശി തരൂരിനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ, എങ്കിലും അത് പറയാതിരുന്നാൽ ശരിയാവില്ല. ശശി തരൂരിനെ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെ തന്നെ കീ പൊസിഷനിലുണ്ടായിരുന്ന സമയത്ത് അവരെല്ലാം തന്നെ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. തീർച്ചയായിട്ടും അന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിരുദ്ധ പ്രസ്താവനകൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ അവഗണിക്കുകയാണ്, ബോധപൂർവ്വം അവഗണിക്കുന്നുവെന്ന് പൊതുജനങ്ങൾ. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ അവഗണിച്ചതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വേദനയായി തോന്നിയത്. കാരണം എന്നേക്കാൾ യോഗ്യനന്നില്ല, അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ 3 പ്രാവശ്യം ജയിച്ച് അവിടെ പാർലമെൻറ്റിൽ വരികയും ഇത്രയും നന്നായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാനും ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ആ വിഷയത്തിൽ പിന്നെ പാർലമെൻറ്റിൽ ഒരു കയ്യടി വാങ്ങിക്കാനും കഴിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ അവരോധിക്കുന്നതിന് പകരം അബദ്ധങ്ങളുടെ നേതാവായ അധിരഞ്ജൻ ചൗധരിയെ കൊണ്ടുവന്ന് വെച്ചത് ആ പാർട്ടിക്ക് ദോഷമായി, ശശി തരൂരിന് ക്ഷീണവുമായി. അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ച് ഒന്ന് ശരിയാവണ്ണം ഒന്ന് തേച്ച് മിനിക്ക് വെച്ചിരുന്നെങ്കിൽ ഒരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണായേനെ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഒരു വലങ്കയായിട്ട് അദ്ദേഹം നിൽക്കുമായിരുന്നു പല കാര്യങ്ങളിലും. അതെ, കേരളത്തിലും കേരളത്തിൽ അദ്ദേഹത്തിന് പിന്നെ ഒരു തോന്നൽ വന്നു, കേരളത്തിൽ നിൽക്കാവുന്ന അവിടെ തഴഞ്ഞപ്പോഴേ. അപ്പം അന്ന് VD സതീശൻ അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. താങ്കൾ ഒന്നും വിഷമിക്കേണ്ട, താങ്കൾ എൻ്റെ കൂടെ നിൽക്ക്, മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ താങ്കളായിരിക്കും എന്ന് പറഞ്ഞ് കൂടെ നിർത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ തന്നെ ഒരു പക്ഷേ ഉപമുഖ്യമന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹം ചിലപ്പോൾ സമ്മതിച്ചേനെ. കാരണം അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും ഇതൊന്നും ഫലിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതിന് VD സതീശനെ പോലെ ഒരാൾ വേണം, അത് അദ്ദേഹത്തിനും അറിയാം. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ അദ്ദേഹത്തിൻ്റെതായ ചില ഭരണ രീതികളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഇവിടെ ഒരു ഷോ കാണിച്ച് ഇനി ഒരു ടേം അങ്ങനെ പോയി കേരളത്തിനും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ട് പോകാമെന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാനും അത് യൂസ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ വളർത്താനും ശശി തരൂരിന് പിന്നെ VD സതീശന് കഴിഞ്ഞേനെ. അത് അവസരം കൂടി അദ്ദേഹം നശിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളതിൽ ഭേദം VD സതീശൻ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. VD സതീശന് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. അതിൽ
ശശി തരൂരിനെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ ശശി തരൂർ അല്ലെങ്കിൽ കെ മുരളീധരൻ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ ഒരു ഇക്കഷം വന്നിട്ടുണ്ട്. കെ മുരളീധരൻ, വി ഡി സതീശൻ ഒരു ടീം വന്നിട്ടുണ്ട്. ആ ടീം നല്ലതാണ്. ആ ടീമിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ മുസ്ലിം ലീഗും ഹൈക്കമാൻഡും നേരെ ആയാൽ പോലും ചിലപ്പോൾ ഈ 26-ലെ റിസൾട്ടിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുകയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിനപ്പുറത്ത് നിൽക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ പോരുകൾ അത് നമ്മൾ കണ്ടുകൊണ്ടും അതല്ലാതെ തിരശ്ശീലയ്ക്ക് പിന്നിലും നടക്കുന്നുണ്ട്. ഇവിടെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കേരളത്തിലെ BJP നേതാക്കൾ തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. അദ്ദേഹത്തിന് എത്രത്തോളം തൻ്റെ ആശയങ്ങൾ അത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചലഞ്ചസ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മറുവശത്ത് പിണറായി വിജയനുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ പേടിക്കാനൊന്നുമില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കരുത്തോടുകൂടി അദ്ദേഹത്തിന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. 2031 വരെ പ്രശ്നം നേരിടാനുള്ള സാഹചര്യമില്ല ഇടതുപക്ഷത്തിന്. ഒപ്പം PD സതീശന് ഹൈക്കമാൻഡിൻ്റെ ബാക്കപ്പ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞിരിക്കുന്നു. ശരിയാണത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു മെയ്വഴക്കമാവാം, ഒരു കടുംപിടുത്തം വിടാം, കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആവാം. ഉമ്മൻചാണ്ടിയെ പല കാര്യത്തിലും അദ്ദേഹം മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. പല വ്യക്തികളും പല സ്വഭാവമുള്ളവരാണ്, എല്ലാവരും വ്യത്യസ്തരാണ്. എങ്കിലും രാഷ്ട്രീയത്തിൽ അതും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കാത്തിരുന്ന് കാണാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആർക്ക് ആഘോഷിക്കാൻ വക നൽകുന്നു, ആരെ ദുഃഖത്തിലാഴ്ത്തുന്നു എന്ന് നമുക്ക് നോക്കാം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.